സ്വകാര്യ ബസ്സുകളിലെ സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കം അതിർവിട്ടു. കോഴിക്കോട് ഫറോക്കിലാണ് സംഭവം. ഓടുന്ന ബസ്സിലേക്ക് മാരകായുധങ്ങളുമായി 3 അംഗ സംഘം കയറി ബസ് അടിച്ചു തകർത്തു. കണ്ടക്ടറെയും ഡ്രൈവറെ മർദ്ദിച്ചു. സംഭവം നടന്ന മണിക്കൂറുകൾ ശേഷം ഫറോക്ക് പോലീസ് 3 സംഘത്തെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് യാത്രക്കാരുമായി ഫറൂഖ് കോളേജിലേക്ക് പോവുകയായിരുന്ന എംബറർ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത് ജീവനക്കാരെ ആക്രമിച്ചത്. പരിക്കേറ്റ ബസ് കണ്ടക്ടർ സിറാജ്, ഡ്രൈവർ മജീദ് എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടി. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത അക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ കേസിലാണ് 3 ബസ് ജീവനക്കാർ അറസ്റ്റിലായത്. കരുവൻതുരുത്തി മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന ഹാൻലെ ബസ്സിലെ ജീവനക്കാരായ കാരാട് അഴിഞ്ഞിലം കളത്തിങ്ങൽ തൊടി നന്ദു, നോർത്ത് ബേപ്പൂർ ആരൂഢം വീട്ടിൽ അശ്വിൻ, വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോം സ്വദേശി ഹൻഷിക് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ഇവർ ബസ്സിൽ അതിക്രമം അഴിച്ചുവിട്ടത്. അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നിർദ്ദേശപ്രകാരം ഫറോക്ക് ഇൻസ്പെക്ടർ TS ശ്രീജിത്ത്, SI RS വിനയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമം നടത്തി മണിക്കൂറുകൾക്കകം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്.